ലിപ് ലോക്ക് ഒക്കെ സിനിമയിൽ കാണിക്കുന്ന എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രൈവറ്റ് ആയിട്ട് സ്പേസിൽ ഒരു ലവ് വരുമ്പോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് സിനിമയിൽ എന്തുകൊണ്ടാണ് കാണിച്ച് ആൾക്കാരിലേക്ക് അത് കണ്ടന്റ് നമ്മളെ കുട്ടികൾ കാണുന്നതല്ല സിനിമ. കാരണം കുട്ടികൾ സിനിമ ഒരു ഫാമിലി മൂവി കാണുമ്പോൾ പെട്ടെന്ന് ഒരു ലിപ് ലോക്ക് സീൻ വരുമ്പോൾ അത് ഇതൊരു ബാഡ് ഇമേജ് ആയി മാറും. അതെങ്ങനെയാ ഞാൻ ചോദിക്കട്ടെ, ലിപ് ലോക്ക് അത്രയ്ക്ക് മോശമായ ഒരു സംഭവമാണോ? അതല്ല എനിക്ക് തോന്നുന്നില്ല. കാരണം പറഞ്ഞ ഒരു സിനിമയിൽ ഒരു സീക്വൻസില് ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന സീക്വൻസ് ആണെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് കാണുന്ന ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ വേറൊരു സംഭവം ഉണ്ടായി, എനിക്ക് പറഞ്ഞുതരാം. പേഴ്സണലി സിനിമയല്ല, പേഴ്സണൽ ലൈഫിൽ സംഭവിച്ച കഥയാണ്. പറഞ്ഞാൽ ഈ ഞാൻ ട്രാവൽ ചെയ്യുമല്ലോ, ഇപ്പോഴാണ് കാറിലും യൂബറിലൊക്കെ പോയിക്കൊണ്ടു. ഒരു സമയത്ത് വയറിലായ സമയത്ത് ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സമയം പറയും 6 മാസം മുന്നേ ഓർക്കാം കറക്റ്റായിട്ട് മുന്നേ. അപ്പോ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോ ഫ്രഞ്ച് കിസ് ഫ്രണ്ട് സൈഡിൽ ഇറങ്ങുന്നതിന്റെ ബാക്കിൽ നിന്ന് ഇറങ്ങാം, ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങാം. മനസ്സിലായി? സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങാം, ബാക്കിൽ നിന്ന് ഇറങ്ങാം. ബാക്കിൽ ഭയങ്കര കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ കാണിക്കുമ്പോ, ബസ്സിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം കാണുമ്പോൾ ആസാൻ വ്യക്തി എനിക്ക് തല്ലാൻ തോന്നി ശരിക്കും പറഞ്ഞു. കാരണം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോ ഫ്രഞ്ച് കിസ്. അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഫീൽ? കാരണം അപകർഷത ബോധമാണോ? ഞാൻ വിവാദപ്പെടുത്ത ഇത് കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ സമൂഹം കുറെയൊക്കെ പ്രോഗ്രസീവ് ആയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെയോ മറ്റേ മറൈൻ ഡ്രൈവിൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, കിസ് ഓഫ് ലവ് എന്താ പറയുക, എനിക്ക് ഓർമ്മയില്ല, എന്താ പേരെന്ന് ഓർമ്മയില്ല. അങ്ങനെ ആണ് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ വന്ന് കുറേ വിവാദങ്ങളുണ്ട്. ഇപ്പോൾ പുറത്ത് പണ്ടൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടി ഒരുമിച്ചിരുന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ നിന്നും കുറേയൊക്കെ മാറി അല്ലേ, സൊസൈറ്റി മാറി. പറയും. ഞാൻ ശരിക്കും ഒരു ഇന്റിമസി എന്ന് പറയാൻ പറ്റില്ല, റൊമാൻറ്റിക് ആയിട്ട് ഇടപെട്ട് വന്നിട്ടുണ്ട്. അതായത് പ്രായത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്നാലും പറയാം, 10ാമത്തെ വയസ്സിൽ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മോള് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഫ്രഞ്ച് കിസ് ആണോ? ഇഷ്ടപ്പെട്ടില്ല. ഫ്രഞ്ച് കിസ് ആയിരുന്നോ? ഫ്രഞ്ച് കിസ് ആണോ? കെട്ടിപ്പിടുത്തം നോക്കുക, ഭയങ്കര മുറുക്കി കെട്ടിപ്പിടിക്കുക. അതിപ്പോ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയ പലരും പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്. ശ്രീകൃഷ്ണയുടെ കൂടെ ഒരു ലോഞ്ചിന് പരിപാടിക്ക് പോയപ്പോ സമയത്ത് വെറുതെ ഉമ്മ നോക്കുക, കെട്ടിപ്പിടിക്കുക, പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഈ സംഭവങ്ങളൊക്കെ അനുഭവിച്ചതാ. ഇപ്പൊ നമുക്ക് ചില ആൾക്കാർ പറയുന്നത് കിട്ടുമ്പോ എന്ത് സുഖം കൊണ്ടൊന്നും എനിക്കറിയില്ല. എനിക്ക് കെട്ടിപ്പിടിക്കുമ്പോ എനിക്ക് വലിയൊരു മനസ്സുഖമൊന്നും കിട്ടുന്നു. അത് വിവാദങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുപോകട്ടോ. കാരണം പറഞ്ഞാൽ ആൾറെഡി അതിന്റെ കേസില് പറയുന്നുണ്ട്, ഗേ ആണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നിങ്ങൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ വയസ്സിൽ പെൺകുട്ടി എന്നെ കെട്ടിപ്പിടിച്ചു, ഒരു ബലമായിട്ട് കെട്ടിപ്പിടിച്ചു. അതൊക്കെ തെറ്റാണ്. ചിലപ്പോ ആ പെൺകുട്ടിയുടെ പേരിൽ എനിക്ക് കേസ് കൊടുക്കാറുണ്ട്. എടാ ഞാൻ പറയട്ടെ, ഒരാളെ കെട്ടിപ്പിടിച്ചോണ്ടതൊരു മോശമാകുന്നില്ല. ഇപ്പൊ അറബി നാട്ടിൽ ചെന്നാ ഫസ്റ്റ് നമ്മൾ ഇതായിരിക്കും കാണിക്കുക. അവര് പക്ഷെ അതല്ല, ആണും പെണ്ണും എല്ലാം ഹഗ് ചെയ്താണ് കാണിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ അങ്ങനെ തന്നെയാണല്ലോ, സെലിബ്രിറ്റീസ് ഇങ്ങനെയാണ് ഹഗ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 10 മിനിറ്റ് കണ്ടിന്യൂസ് ബലമായിട്ട് ചെയ്യുന്ന തെറ്റല്ലേ? 10 മിനിറ്റ് ഒക്കെ പറഞ്ഞാൽ സത്യം തന്നെ. ഈ പ്രായത്തിൽ 10 വയസ്സിൽ ചിലപ്പോ ഒരു പക്ഷേ കുട്ടികളുടെ ഒരു ഇതായിരിക്കും, ചാബല്യമായിരിക്കും. ഒരു ചാബല്യം. അത് താങ്കളെക്കാട്ടിലും പ്രായം കൂടിയാളാണോ? പ്രായം കൂടിയാളാണോ കുറഞ്ഞ ആളായിരുന്നു? എങ്ങനെ ചെയ്യുക? സെയിം അതുപോലെയല്ലേ ചെയ്യുക? കൈ പിടിച്ചു കിടന്ന എന്തോ ഞാൻ നിന്റെ കയ്യെ പിടിക്കാവുന്നുണ്ടോ? അതിന്റെ വർക്കാണ്, അതിനകത്ത് കൈ പിടിച്ചേക്കുന്ന പ്രശ്നം. കിസ് നീ ഇപ്പൊ എടുക്കണം. വായി വരുന്ന അങ്ങനെ പറയാൻ പറ്റത്തില്ല. കിസ് എടുക്ക്, ഞാൻ കിസ് ചെയ്തു, നീ എടുക്ക്. അങ്ങനെ തോന്നില്ലല്ലോ അല്ലേ? ഒരാളെ കുറിച്ച് അങ്ങനെ തോന്നാൻ പാടില്ല. കണ്ണി നേരിട്ട് കാണുന്ന കാര്യങ്ങളും ചെവിയിൽ നേരിട്ട് കേൾക്കുന്ന കാര്യങ്ങളും വിശ്വസിക്കാവോ? അതിനകത്തൊരു വീഡിയോക്കകത്ത് നീ കിസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നീ കാണിക്കും കിസ് ചെയ്തു. അതങ്ങനെ തോന്നേ? നിന്റെ ചിന്ത മൊത്തം അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നോണ്ടാ ഇവിടെ കിസ്സാ നടന്നേന്ന്.
സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. ഇടയിൽ വെച്ചിട്ട് മഴ വന്നപ്പോൾ ഒന്ന് ചെറിയ കട്ട് ചെയ്യേണ്ടി വന്നു. അതായത് അലിൻ പറഞ്ഞു ഇപ്പോൾ ഈ സീക്വൻസിൽ ഒരു കിസ്സിങ് സീൻ ഉണ്ടായില്ല ഇന്നലത്തെ ഇതിൽ മറ്റേ ഒരു നെറ്റിൽ കിടക്കുന്ന വല കിടക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതിൽ അമരത്തിൻ്റെ പാട്ട് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സീക്വൻസിൽ കിസ് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ അലിൻ പറഞ്ഞു. അപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞു അത് കിസ്സല്ല, അത് അടുത്ത് കിടക്കുന്ന സീക്വൻസ് മാത്രമാണ്, അത് ക്യാമറ ടെക്നിക്കലി ചെയ്തിട്ടില്ല, കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ മൊബൈലിൽ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു സീക്വൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ ശരിക്കും ആ പാട്ടില് കിസ് ഉണ്ട്, ഞങ്ങള് പക്ഷെ ചെയ്തിട്ടില്ല. Okay. ഞങ്ങള് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ മുഖം വെച്ചു, ഇങ്ങനെ വെച്ചേക്കുക, പുള്ളിയുടെ മുഖം ഇങ്ങോട്ടും എന്റെ മുഖം ഇങ്ങോട്ടും, അത്രേ ഉള്ളൂ. എനിക്ക് താല്പര്യമില്ല, ഒരു റീലിന് വേണ്ടി എല്ലാവർക്കും കിസ് കൊടുക്കാൻ നടക്കുവാണോ ഞാൻ? അല്ല, അപ്പൊ ഒരു സീക്വൻസിൽ കിസ് ചെയ്യാൻ താല്പര്യം കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞു. ഒരു സിനിമയിൽ വരികയാണെങ്കിലോ ഒരു ഇതിൽ വരികയാണെങ്കിൽ വീണ്ടും വിവാദങ്ങളാവുമോ? സിനിമ വരുമ്പോഴല്ലേ, സിനിമ വരുമ്പോ എനിക്ക് പറ്റുന്നതാണ് ഞാൻ ചെയ്യും. വെബ് സീരീസോ ഇതോ ഇല്ല, ഷോർട്ട് ഫിലിം വരുന്നില്ല. കൃത്യമായും വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു ശ്രീലക്ഷ്മി. സിനിമയാണെങ്കിൽ വലിയ ബഡ്ജറ്റിലുള്ള നല്ല അടിപൊളി സിനിമയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യും, അത്രേ ഉള്ളൂ. ഇവരോട് ഒരു 2 സിനിമ വന്നു കഴിഞ്ഞാൽ ഏത് ഇറങ്ങും? ഇങ്ങനത്തെ സീൻ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, 2 സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ 2 സ്റ്റോറികൾ. ആരും കൂടെയാണ് ആ ഒരു ട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ടോവിനോ ഏത്? കിസ്സിങ്ങോ? കിസ്സിങ് ഞാൻ ആരെയും കൂടെ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. 6 സിനിമ ചെയ്യാന്ന് ചോദിച്ചാൽ അതിനകത്ത് ടോവിനോ ആണ് നായകനെങ്കിൽ ചെയ്യാൻ ഇഷ്ടമാണെന്നാ പറഞ്ഞേ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ആക്ടിങ്ങിലാണ് ഉദ്ദേശിച്ചത്. എനിക്ക് കിസ്സിങ് ഇപ്പൊ ഏതാണ് സീക്വൻസിൽ ഇപ്പൊ ആരാണ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം അത് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കുമല്ലോ. ഇഷ്ടമുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റില്ല. എനിക്ക് കിസ്സിങ് സീൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ്. അത് ഫസ്റ്റ് തന്നെ അവർ പറയുമല്ലോ, നമുക്ക് ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നത് സീക്വൻസുകൾ ഇങ്ങനെയുണ്ട്, കുറച്ച് എക്സ്പോസ് സീൻസ് ഉണ്ട്, അങ്ങനെ പറയുമ്പോൾ നമുക്ക് താല്പര്യം മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതിയല്ലോ, അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പറയും ഞാനും പേഴ്സണലി ഒരു റീല് സീരിയസ് കഴിഞ്ഞു. അടുത്തത് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നു. ഏത് കിസ്സിങ്ങോ? ഏത് പ്ലാൻ ചെയ്ത് പറഞ്ഞു? അടുത്ത വേറെ റീലേ. അങ്ങനെ വേറെ കുട്ടിയായിട്ട്. വേറെ കുട്ടിയായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോറി. എന്നിട്ട് കിസ്സിങ്ങിനെ മൊത്തം കുറ്റം പറഞ്ഞ ആളാണ്. കിസ്സിങ് ഭയങ്കര കുറ്റമാണെന്ന് പറഞ്ഞ ആള് കിസ് ചെയ്യാൻ പോകുന്നത്. അതല്ല, ഞാൻ കിസ് ചെയ്യുന്നില്ല, പെൺകുട്ടിയെ കൊണ്ട് എന്നെ കിസ് ചെയ്യുന്ന രീതിയിൽ തിരിച്ച് കിസ് ചെയ്തെന്താ? അതൊന്നും പ്രശ്നമൊന്നുമില്ല, കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാണട്ടെ അലന്റെ കഴിവുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഗേ ആണെന്ന് പറഞ്ഞു നമ്മളെ കളിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആൾക്കാർ. അവർക്കുള്ള ഒരു ചുട്ട മറുപടി ആവട്ടെ. നമ്മളെ ഒരു ലിപ് ലോക്ക് സീൻ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ വൈറലാകാനുള്ള ലാസ്റ്റ് 18ാമത്തെ അടവെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇത് ഇങ്ങനത്തെ സംഭവം ഉണ്ട്, കെട്ടിപ്പിടിക്കാൻ പറ്റുമോ, ഗസ്റ്റിംഗ് സീൻ ഓക്കെ ആണോ എന്നുള്ള ആ കുട്ടി ഓക്കെ ആയിട്ടുണ്ട്. 2 കുട്ടികളുണ്ട്, 3 ഇതിന് മുന്നേ വരെ അവന് വർക്കുകളൊന്നും വന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മുന്നിട്ട് ഇറങ്ങിയോണ്ടാണല്ലോ ഇപ്പൊ പെൺകുട്ടികളൊക്കെ വർക്ക്. അപ്പോ ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് ഒന്നാന്തരം ഫ്രഞ്ച് കിസ്സോ അല്ലെങ്കിൽ റഷ്യൻ കിസ്സോ ഒക്കെയാണ്, അല്ലാതെ ചുമ്മാ ഒരു പെൺകുട്ടി വന്നിട്ട് ഇവിടെ ലിപ്പില് അല്ല ഇവിടെ കിസ് ചെയ്ത് പോകുന്നതല്ല ഞങ്ങൾ പ്രതീക്ഷിക്കും. കാരണം നല്ലൊരു കിസ്സിങ് സീന് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഇവിടെ ചുട്ട മറുപടി ആവട്ടെ എന്ന് ഞാൻ പറയുന്നു. അല്ല, അത് ചെയ്യൂ. കാരണം പറഞ്ഞാല് ഇപ്പൊ ഗേ ആണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാർക്കുള്ള കൃത്യമായ മറുപടി ആവട്ടെ. അത് ഒരു ഡാൻസ് കാര്യങ്ങളും മറ്റൊക്കെ എന്നാലും നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട്, കഥകളിൽ അത് ആക്കുകയാണെങ്കിൽ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും മൊത്തത്തിൽ കാണിക്കൂല, എന്നാലും ആ ഒരു ചുണ്ട് കടിക്കുന്ന സംഭവം കാണിക്കൂല. സീക്വൻസ് കാണിക്കും. എന്തിനു പിള്ളേരൊക്കെ നന്നായി കടിക്കൂ. അപ്പൊ ലിപ് ലോക്ക് സീന് നന്നായി ചെയ്യൂ. കാരണം പറയാം, എന്താ ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, താങ്കളുടെ കേസിൽ ഇപ്പൊ ഒരു നല്ലൊരു സീക്വൻസ് തരികയാണ്, അതിന് ലിപ് ലോക്ക് സീന് വരണമെന്ന് പറഞ്ഞാല് ചെയ്യേണ്ടി വരില്ലേ നമുക്ക്? ആ സമയം നമ്മൾ മടിച്ചു നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതേപോലെ ഇപ്പൊ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ ഇപ്പൊ നമ്മളെ എന്താണ് ഇമ്രാൻ ഹാഷ്മി, എന്താണ് കിസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ബോളിവുഡിലുള്ള അതേപോലത്തെ നമുക്കൊരു ട്രെൻഡിങ് ആവട്ടെ അല്ലേ. എന്തായാലും നമ്മൾ വിവാദങ്ങളുണ്ട്, അപ്പൊ കൂടുതൽ റീച്ച് വരട്ടെ, വീണ്ടും നമുക്ക് സോഷ്യൽ മീഡിയ കത്തിക്കാം അല്ലേ. അത് നല്ലൊരു ഐഡിയ ആണ്.